ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു മിസ്റ്റിക് മൂവീസ്. അപ്പോൾ ഇന്ന് ഒരു കുഞ്ഞ് ക്യൂട്ട് മൂവിയുടെ ഒരു ചെറിയ റിവ്യൂ പ്ലസ് സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ മലയാളം ചിത്രങ്ങളിൽ ഇതുവരെ ചെയ്യാത്ത ഒരു ജേണറിലാണ് ഈ ചിത്രം എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഓൾറെഡി അത് തമ്പനയിൽ കണ്ടു കാണും. അപ്പോൾ ലവ്ലി എന്ന് പറയുന്ന ലേറ്റസ്റ്റ് റിലീസായിട്ടുള്ള മൂവിയുടെ ചെറിയ ഒരു സ്റ്റോറി പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ റിവ്യൂവും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ലവ്ലി എന്ന് പറയുന്ന മൂവി നമുക്കറിയാം 2025 റിലീസായ മലയാളം റൊമാൻറ്റിക് ഫാന്റസി മൂവിയാണ്. അതുപോലെ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് മാത്യു തോമസ്, ശിവാംഗി കൃഷ്ണകുമാർ, അതുപോലെ മനോജ് കെ ജയൻ, അങ്ങനെ ഒരു വൻ താരനിര തന്നെ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. കൂടാതെ ഒരാൾ കൂടെ ഈ ചിത്രത്തിൽ മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. അതൊരു ഈച്ചയാണ് കേട്ടോ. അപ്പം നമുക്ക് എന്താണ് സ്റ്റോറി എന്ന് നോക്കാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ നോക്കാം കേട്ടോ. ആരും സബ്സ്ക്രൈബ് ചെയ്യാറില്ല, ജസ്റ്റ് വീഡിയോ കണ്ടിട്ട് സ്കിപ്പ് ചെയ്ത് പോകാറാണ് പതിവ്. സോ അങ്ങനെയുള്ളവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും മടിക്കണ്ട, ഷെയർ ചെയ്യാനും മടിക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ സ്റ്റോറിയിലോട്ട് പോകാം. ഈ ചിത്രം എന്ന് പറയുന്നത് ഒരു ഹൗസ് ഫ്ലൈ, അതായത് ഒരു ഈച്ചയും ഒരു മനുഷ്യനും തമ്മിലുണ്ടാവുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ, അതായത് അവർ തമ്മിൽ സംസാരിക്കുന്നതും അതുപോലെ അവരതിലൂടെ അഡോറബിൾ ആയിട്ടുള്ളൊരു ബോണ്ട് ഷെയർ ചെയ്യുന്നതുമൊക്കെയാണ് ഈ ചിത്രത്തിൽ കാണിക്കുന്നത്. അപ്പോൾ ചിത്രത്തിന്റെ ഫസ്റ്റ് ആ ഒരു പിക്ചർ തന്നെ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് SS രാജമൗലി സംവിധാനം ചെയ്ത ഈച്ച എന്ന് പറയുന്ന മൂവിയായിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു സാമ്യത തോന്നും. അത് സ്വാഭാവികമാണ്. അപ്പോൾ ആക്ച്വലി നമ്മൾ ആ ഒരു മൂവിയുടെ ടൈപ്പ് തന്നെയാണ് ഈ മൂവിയും ചെയ്തിരിക്കുന്നത്. പക്ഷെ സ്റ്റോറി ലൈൻ മാത്രം വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇതൊരു 3D മൂവിയാണ്, 3D ഫാന്റസി മൂവിയാണ് ലവ്ലി. ഇപ്പൊ ഈച്ച മൂവിയിൽ അതിൽ കുറച്ച് ആക്ഷനും കൂടെ ഉണ്ടല്ലോ, കുറച്ച് അടിയും പിടിയും ഉണ്ട്, പിന്നെ റൊമാൻസും ഉണ്ട്. അതിൽ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് നാനി എന്നൊരു ക്യാരക്ടറാണ്. അയാളുടെ ആത്മാവാണ് ഹൗസ് ഫ്ലൈ, അതായത് ഈച്ചയിലോട്ട് മാറുന്നതും പിന്നെ ആ ഒരു റിവെഞ്ച്, അയാളുടെ മരണത്തിൻ്റെ റിവെഞ്ചാണ് ഈച്ചയിലൂടെ കാണിക്കുന്നത്. അതിൽ സാമന്ത അഭിനയിക്കുന്നുണ്ട്, കിച്ച സുദീപയാണ് വില്ലനായിട്ട് വരുന്നത്. അതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ലവ്ലി അതിൽ നിന്നും എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലവ്ലി എന്ന് പറയുന്നത് ഒരു പക്ക ഫീൽ ഗുഡ് ഡ്രാമയാണ്. പ്രത്യേകിച്ച് ഒരു ആക്ഷനും ഇല്ല, പക്ഷെ ചെറിയൊരു റൊമാൻസ് ഉണ്ട്, അത്ര തന്നെ. അല്ലാതെ റിവെഞ്ച് എടുക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും അല്ല ലവ്ലിയിൽ നമ്മുടെ ഈച്ച വരുന്നത്. അപ്പോൾ ഈച്ച മൂവിയിൽ ഫുള്ള് റിവെഞ്ച്, അടി, റൊമാൻസ്. പക്ഷെ നമ്മുടെ ലവ്ലി മൂവി ഭയങ്കര വ്യത്യസ്തമാണ് ആ മൂവിയിൽ നിന്നും. പക്ഷെ നമ്മുടെ മാത്യു തോമസ് അവതരിപ്പിക്കുന്ന ക്യാരക്ടറിലുള്ള ഈ ഒരു മൂവിയിൽ നമ്മുടെ ഈച്ച എന്ന് പറയുന്നത് ഭയങ്കര നമ്മുടെ അടുത്തൊരു ഫ്രണ്ടിനെ പോലെ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, നമ്മുടെ വിഷമങ്ങളൊക്കെ ഷെയർ ചെയ്യാനുള്ളൊരു പാർട്ട്ണറിനെ പോലെയാണ് ഈ ചിത്രത്തിലെ നമ്മുടെ ഈച്ച കേട്ടോ. അപ്പം നമുക്ക് എന്താണ് ചെറിയ ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം, ഫുൾ എക്സ്പ്ലെയിൻഡ് അല്ല, ചെറിയ സ്റ്റോറി. അപ്പോൾ ചിത്രത്തിൽ ബോണി ബേബി എന്ന ക്യാരക്ടറാണ് മാത്യു അവതരിപ്പിക്കുന്നത്. ബോണി ബേബിയുടെ അച്ഛൻ KSEBയിൽ ഒരു LD ക്ലർക്കായിരുന്നു. ആൾ അതിൽ ജോയിൻ ചെയ്ത് കുറച്ച് ദിവസങ്ങൾ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മരിക്കുന്നു. സർവീസിൽ ഇരിക്കെ തന്നെയാണ് ആള് മരിക്കുന്നത്. അതേസമയം തന്നെ ബോണി ബേബി ഒരു കോൺട്രവേഴ്സിയിൽ വീഴുന്നു. അതായത് ബോണി ബേബി അറിയാതെ മിസ്റ്റേക്കൻലി ഒരു പാക്കറ്റ് കോണ്ടം ഒരു സ്ത്രീക്ക് ഷെയർ ചെയ്യുന്നു. അതുവഴി ഭയങ്കര വലിയൊരു പ്രശ്നത്തിലേക്ക് ബോണി ബേബി അകപ്പെടുന്നു. സെക്ഷൻ 354 പ്രകാരം അകത്താക്കുന്നു, ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കൊണ്ടുപോകുന്നു, അങ്ങനെ സബ് ജയിലിലൊക്കെ ആവുന്നുണ്ട്. ആ ഒരു വിഷമ കാലഘട്ടത്ത്, ആ ഒരു ഹാർട്ട് ബ്രേക്കൺ ആയിട്ടുള്ള ആ ഒരു സമയത്ത് ബോണി ഒരു ഈച്ചേനെ പരിചയപ്പെടുകയാണ്. ആ ഈച്ചയും ബോണിയും തമ്മിൽ ഭയങ്കര വലിയൊരു ബോണ്ടിങ് അവിടെ ഉണ്ടാവുന്നു. രണ്ടുപേർക്കും അത്ഭുതം വരുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബോണിക്ക് ഈച്ച പറയുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ട്, ബാക്കി വേറെ ആർക്കും മനസ്സിലാവുന്നില്ല. പക്ഷെ ബോണിക്ക് ഈച്ച പറയുന്ന എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് മനസ്സിലാവുന്നു. അങ്ങനെ അവർ തമ്മിൽ ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. ആദ്യം ഒരു തമാശയിൽ കാണിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ബോണിക്ക് ഈച്ചയില്ലാതെ ജീവിക്കാൻ പറ്റാതായി. അതായത് ഈച്ചയോട് എല്ലാം ഷെയർ ചെയ്യാനും ഇമോഷണലി അവർ കണക്റ്റഡ് ആവുകയും ചെയ്യുന്നു. പിന്നെ ആ ഒരു ഈച്ചയ്ക്ക് ലവ്ലി എന്ന് പേരിടുകയും ചെയ്യുന്നു. അങ്ങനെ ലവ്ലി ആവുന്നു. ആ ഒരു ജയിലിൻ്റെ അകത്ത് ലവ്ലിയാണ് ബോണി ബേബിയുടെ
ഒരേ ഒരു കൂട്ടുകാരിയായി മാറുന്നത്. ബോണി ബേബിയുടെ ഫാമിലിയൊക്കെ അവന്റെ ജയിലിൽ നിന്ന് അവനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ബോണിക്ക് വലിയ താല്പര്യമില്ല. കാരണം ബോണി ഇപ്പോൾ ലവ്ലിയുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. അതുപോലെ ലവ്ലി പറയുന്നുണ്ട് താൻ ഒരിക്കലും ഈ ജയിലിൽ വിട്ട് പുറത്തേക്ക് അല്ലെങ്കിൽ പുറത്തെ അറ്റ്മോസ്ഫിയറിലേക്ക് ഒരിക്കലും വരില്ല, താൻ ഈ ജയിലിൽ മാത്രമേ കിടക്കുള്ളൂ എന്നൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ ബോണിക്ക് ഇപ്പം വലിയ താല്പര്യമില്ല പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. എന്നാൽ കഷ്ടകാലം എന്ന് പറയുന്ന പോലെ ബോണിക്ക് ജാമ്യം കിട്ടുന്നു. അങ്ങനെ അവിടെ നിന്നും അവർ തമ്മിൽ പിരിയുകയാണ്. അങ്ങനെ അത് പിന്നീട് അവന് ഭയങ്കരമായിട്ട് വിഷമങ്ങൾ ഉണ്ടാക്കുന്നു. പിന്നെ തിരിച്ച് അവരെ ഒന്നിക്കുമോ, അവര് ഒന്നിച്ച് പിന്നെയും അവരുടെ ആ ഒരു ബോണ്ട് ഷെയർ ചെയ്യാൻ പറ്റുമോ, തുടർന്നുണ്ടാവുന്ന കാര്യങ്ങളൊക്കെ നല്ല ഒരു കോമഡിയും എലമെന്റും ഈ ചിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ലവ്ലി എന്ന് പറയുന്നത് ഞാൻ ബാക്കി കഥ പറയാത്തതിന് കാരണം അതാണ് ചിത്രത്തിന്റെ എസൻസ് എന്ന് പറയുന്നത്. ഇപ്പം ഇത്രയും മനസ്സിലാവുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവും. നല്ല മൂവിയാണ് കേട്ടോ. ലവ്ലി എന്ന് പറയുന്നത് ഒരു സിമ്പിൾ മൂവിയാണ്. നമ്മുടെ ഇപ്പം ഒരു ചിത്രത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ടെക്നിക്കൽ ക്രൂസും ഒരേപോലെ കഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്ന റിസൾട്ടാണ് ലവ്ലി എന്ന് പറയുന്ന മൂവി. അവരുടെ എഫേർട്സ് പറയാതിരിക്കാൻ പറ്റില്ല. അത്രയും നല്ല എഫേർട്ട് എടുത്തിട്ടായിരിക്കണമല്ലോ ഒരു ചിത്രത്തില് കുറച്ച് 3D ഒക്കെ കൊണ്ടുവരണമെങ്കിൽ, ഒരു ജീവിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കണമെങ്കിലും അത് വളരെയധികം എഫേർട്ട് എടുത്താൽ മാത്രമേ പറ്റുന്ന കാര്യമാണ്. റൈറ്റർ ആയിട്ടുള്ള ഇപ്പൊ നമ്മുടെ ഡയറക്ഷനും റൈറ്റിങ്ങും ഒക്കെ ഒരാൾ തന്നെയാണ്. അപ്പൊ ആ രണ്ടും ചെയ്തിട്ടും ആ റൈറ്റർ എന്നുള്ള ഒരു റൈറ്റിങ്ങും സൂപ്പറായി തന്നെ ലവ്ലിയിൽ ചെയ്തിട്ടുണ്ട്. എല്ലാ ഡയലോഗ്സും വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഡയലോഗ്സ് ആണ്. പ്രത്യേകിച്ച് ലാഗ് അടിപ്പിക്കുകയോ ബോറടിപ്പിക്കുന്ന ഒരു രംഗങ്ങളും ഈ ചിത്രത്തിലില്ല. ഫുൾ നമ്മളെ എൻഗേജ് ചെയ്ത് അടുത്തെന്താണെന്നുള്ളൊരു ആ ഒരു നമുക്കൊരു ഫീല് കൊണ്ടുവരാൻ ഈ ചിത്രത്തിൽ ശ്രമിച്ചിട്ടുണ്ട്. ചില രംഗങ്ങളിൽ നമുക്ക് ഒരു ഫീലിംഗ് തോന്നും. അതായത് നമ്മളിപ്പം ഒരു ചിത്രം കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഒരു ആളുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ ചില സമയങ്ങളിൽ ചിന്തിക്കും. അപ്പോൾ നമുക്ക് എന്തായും വിഷമം വരും, സന്തോഷം വരും, അതൊക്കെ വരുമല്ലോ. പക്ഷേ ഈ ഒരു ചിത്രത്തിൽ നമുക്ക് ബോണിയുടെ ആ ഒരു ക്യാരക്ടറുമായിട്ട് ജെല്ലാവാൻ വേണ്ടി നല്ല പാടായിരിക്കും. കാരണം പെട്ടെന്ന് നമുക്ക് തോന്നും അവൻ അങ്ങനെ ചെയ്താൽ നമുക്കെന്താ, അങ്ങനെ ഒരു ഫീല് നമുക്ക് തോന്നുന്ന രീതിയിലാണ് ചില സീൻസ് പോകുന്നത്. അതായത് ഈ ഒരു ചിത്രത്തിൽ ബോണിക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട്. അതായത് ഇവിടെ നിൽക്കാതെ ദൂരദേശത്ത് പോയി ജീവിക്കണം, അവിടെ ജോബ് ചെയ്യണം, അങ്ങനെ ഈ ഒരു ഗവൺമെൻറ് ജോലിയൊന്നൊരു ഇതുമല്ല. അങ്ങനത്തെ കുറേ രംഗങ്ങൾ കാണിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും നമ്മളെന്തിനാ അവൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു ഇമോഷണൽ ബോണ്ടിങ് കാണുന്നവർക്കും ആ ഒരു ക്യാരക്ടറുമായിട്ട് കാണത്തില്ല, അല്ലെങ്കിൽ കിട്ടൂല. അങ്ങനെ ഒരു പ്രശ്നം മാത്രമാണ് ഞാൻ ഈ ചിത്രത്തിൽ കണ്ടത്. പിന്നെ ബോണി കുറേ സ്ഥലത്ത് ഇങ്ങനെ ഡൗൺ ആവുന്നുണ്ട്. അതായത് ഇപ്പോൾ ജയിലിലാവുന്ന രംഗങ്ങളും അതുപോലെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പൊട്ടത്തരമായതുകൊണ്ട് മിക്കയിടത്തും അവൻ തോറ്റു പോകാറുണ്ട്. അപ്പോൾ ആ സമയത്തും നമുക്ക് വലിയൊരു ഇത് തോന്നില്ല. കാരണം ആ ഒരു ബോണ്ടിങ് കാണുന്നവർക്ക് കിട്ടാത്തത് കൊണ്ടാകണം ആ ഒരു വിഷമമൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ലവ്ലിയുടെ വരവോടുകൂടെയും നമുക്ക് ഒരു സ്ക്രിപ്റ്റിന് ചെറിയ വ്യത്യാസം വരുന്നെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ചൊരു മാറ്റവും ആ ചിത്രത്തിൽ കിട്ടുന്നില്ല. പിന്നെ ഈ ചിത്രം നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസൊക്കെ തരുന്നുണ്ട്. അതായത് എങ്ങനെയാണ് ബോണി ഒരു ഈച്ചയായിട്ട് പരിചയപ്പെടുന്നതും ഒരു ഈച്ചയും മനുഷ്യരും തമ്മിൽ എങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. ഒരു റിയലിസ്റ്റിക് നമുക്ക് ഫീൽ ചെയ്യില്ല. ഒരു ഫാൻറ്റസി ചിത്രമാണല്ലോ, അപ്പോൾ അത് ഫാൻറ്റസി പോലെ തന്നെ നമ്മൾ കാണണം. പിന്നെ ഈ ചിത്രത്തിലെ കോൺവെർസേഷൻസ് ഒക്കെ ഭയങ്കര അതിശയം തരുന്ന, സാധാരണ നമ്മൾ കേട്ട് വരുന്ന കോൺവെർസേഷൻസ് തന്നെയാണ് ചിത്രത്തിലും കൊടുത്തിട്ടുള്ളത്. അതിൽ വൗ ഫാക്ടറായിട്ട് എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ നമ്മൾ സാധാരണ കാണുന്ന ഈച്ചയും മനുഷ്യരും തമ്മിലുള്ള സാധാരണ ഒരു മനുഷ്യർ തമ്മിൽ കോൺവെർസേഷൻ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ചിത്രത്തിലും കാണിച്ചിരിക്കുന്നത്. അതുപോലെ ചിത്രത്തിൻ്റെ ഫൈനലിലോട്ട് പോകുമ്പം നമ്മുടെ നായകൻ, അതായത് ബോണി, ജയിലിൽ എങ്ങനെയെങ്കിലും അവന് തിരിച്ചു പോകണമല്ലോ. അവൻ്റെ ലവ്ലി അവിടെയല്ലേ ഉള്ളത്. അപ്പം ലവ്ലിനെ കാണാൻ വേണ്ടിയിട്ട് ജയിലിൽ പോകാൻ വേണ്ടിയിട്ട് അവൻ ഒരുപാട് കുറ്റങ്ങൾ ചെയ്യുന്നതും ലാസ്റ്റ് കാണിക്കുന്നതൊരു സ്ത്രീനെ പീഡിപ്പിക്കാൻ വരെ ശ്രമിക്കുന്നുണ്ട്. കാരണം തിരിച്ച് ജയിലിൽ പോകാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ അത്ര നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സിനിമയിലെ നായകൻ അങ്ങനെയൊക്കെ ചെയ്ത് എങ്ങനെ ജയിലിൽ പോകാൻ വേണ്ടിയിട്ട് നോക്കുന്നത് അത്ര നല്ലതാണോ എന്ന് ചോദിച്ചാൽ എനിക്കത്രയും നല്ലതായിട്ട് ഫീൽ ചെയ്തില്ല. ആ ഒരു രംഗമൊന്നും എനിക്കത്രയ്ക്ക് പിടിച്ചിട്ടില്ല കേട്ടോ. ജയിലിൽ പോകാൻ വേണ്ടിയിട്ട് എന്ത് തെണ്ടിത്തരവും ചെയ്യണം എന്നുള്ള ഒരു രീതിയിൽ ബോണി ആവുകയാണ് ലാസ്റ്റിൽ അങ്ങോട്ട് പോകുമ്പോൾ. അപ്പോൾ ഈ ചിത്രത്തിൽ നമ്മുടെ ശിവാംഗി കൃഷ്ണകുമാർ അഭിനയിച്ചിട്ടില്ല കേട്ടോ. ആളുടെ സൗണ്ട് മാത്രമാണ് അഭിനയിച്ചിട്ടുള്ളത്. അതായത് ശിവാംഗി കൃഷ്ണകുമാറാണ് നമ്മുടെ ഹൗസ് ഫ്ലൈ, ഈച്ചയ്ക്ക് സൗണ്ട് കൊടുക്കുന്നത് ശിവാംഗി കൃഷ്ണകുമാറാണ്. പിന്നെ എപ്പോഴത്തെ പോലെ മാത്യുവിൻ്റെ പെർഫോമൻസ് നല്ലതായിരുന്നു. ഭയങ്കര നല്ലതായിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല,
ഔട്ട്സ്റ്റാൻഡിങ് ഒന്നുമല്ല, ഒരു മിനിമം രീതിയിൽ മാത്രം കൊള്ളാം. പിന്നെ ഈ ഒരു നമ്മുടെ ഈച്ചയുടെ ആ വോയിസ് ആക്ടിങ് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം ക്രിയേറ്റീവ് ക്രൂസിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഇതിൽ സൗണ്ട് കൊടുത്തേക്കുന്നത് ശിവാംഗി കൃഷ്ണകുമാറാണ് കേട്ടോ. വിഷ്ണു വിജയ്, ബിജിബാൽ അവരൊക്കെയാണ് മ്യൂസിക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്നാലും ആ മൂവിക്ക് മ്യൂസിക്കിൻ്റെ ഒരു പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലുതായിട്ടില്ല. എന്നാലും വളരെ നല്ല രീതിയിൽ തന്നെ ചിത്രം എടുത്ത് വച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കൊരു വ്യത്യസ്തമായിട്ട് നമ്മുടെ മലയാളം മൂവീസിൽ ഇതുവരെ കാണാത്ത ഒരു ടൈപ്പ് മൂവിയാണല്ലോ. നമ്മളങ്ങ് തെലുങ്കുലല്ലേ മൂവി കണ്ടിട്ടുള്ളൂ. മലയാളത്തിൽ ഇത് ആദ്യമായിട്ടാണല്ലോ ഒരു ഈച്ചയും മനുഷ്യനും തമ്മിലുള്ള ഒരു ബോണ്ടിങ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നാനി അഭിനയിച്ച ഈച്ചയും ഈ ഒരു ലവ്ലി ഈച്ചയും തമ്മിൽ വളരെ നല്ല വ്യത്യാസമുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ വളരെ നല്ല വ്യത്യാസമുണ്ട്. സോ ഇതും തമ്മിൽ ഒരു ബന്ധവും ഇല്ല ഗൈസ്. പിന്നെ ഈച്ചയാണ് ക്യാരക്ടർ എന്നേ ഉള്ളൂ, വേറെ ഒരു ബന്ധവും ഇല്ല. അപ്പോൾ എന്തായാലും കാണാത്തവർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കണം. നല്ല മൂവിയാണ്. കുറേ കോമഡിയൊക്കെ ഉണ്ട്, പിന്നെ കുറേ ബാക്കിയെല്ലാം ഫാൻറ്റസിയാണ്. നമ്മൾ റിയൽ ആയിട്ടുള്ള കാര്യമായിട്ട് ചിന്തിക്കാതിരുന്ന് കണ്ടു കഴിഞ്ഞാൽ സെറ്റാണ്. പിന്നെ അധികം എക്സ്പെക്റ്റേഷൻസ് കൊടുത്ത് കാണാതിരുന്നാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ, നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക. നെഗറ്റീവായാലും പോസിറ്റീവായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ എൻ്റെ എക്സ്പ്ലനേഷനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ അതുവരെ ബൈ ഗായ്സ്.